കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദീപ്തി ടീച്ചർ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കരമായിട്ടുള്ള ഒരു ടഫായിട്ടുള്ള ടൈമിൽ കൂടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം. ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഈ ഒരു സമയത്തൂടെ ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ടഫായിട്ടാണ് പോകുന്നത്. അമ്മയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേന് ഇതറിഞ്ഞിട്ട് അമ്മയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. അമ്മ ഭയങ്കരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പം സംസാരിക്കാനോ ഒന്നും തന്നെ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ദീപ്തി ടീച്ചർ സ്നേഹിക്കുന്ന ആരാധകരെല്ലാവരും ചോദിച്ചൊരു കാര്യം, എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്, അതിപ്പോഴും പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും ദീപ്തി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അറിഞ്ഞപ്പം തൊട്ടേ ഫാൻസ് ഭയങ്കരമായിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നെ ദീപ്തി കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദീപ്തി ഒരു വീഡിയോ ഇടുന്നത്. ആ ഒരു വീഡിയോയിൽ തനിക്ക് എന്താണ് പ്രശ്നമെന്നുള്ളൊരു കാര്യം മൊത്തത്തിൽ പറയുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല. ആശുപത്രിയിൽ പോകുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ താൻ നല്ല രീതിയിൽ ഉറങ്ങാനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് കുറേയധികം പേര് കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് ഞാൻ ഉറങ്ങുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ആരും അന്വേഷിക്കാറില്ല. അതിലൊക്കെ ഒരു വലിയൊരു കാരണമുണ്ട്. ഇങ്ങനെയൊക്കെ കാരണം പറഞ്ഞിട്ട് പയ്യെ ദീപ്തി ടീച്ചർ ഒരു കാര്യം പറയുന്നുണ്ട്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദീപ്തി ടീച്ചറിൻ്റെ മുൻ ഭർത്താവ് തന്നെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിളിച്ച സമയത്ത് തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പിന്നെയും വിളിക്കുന്നുണ്ടായിരുന്നു. തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഭർത്താവ് ആ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് പുള്ളിയെടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പുള്ളിയെടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് കണക്ക് വിളിക്കുകയും ഒന്നും ചെയ്യരുത് എന്നുള്ളൊരു കാര്യം. എന്നിട്ട് പോലും പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് പിന്നെയും വിളിച്ച് ഇത് കണക്ക് ശല്യപ്പെടുത്തുമായിരുന്നു. ഇങ്ങനെ ഇനിയും ശല്യപ്പെടുത്തുവാണെങ്കിൽ, തൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ഇനിയും പറയുന്നതായിരിക്കും എന്ന് ദീപ്തി ടീച്ചർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ജീവിച്ച് എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കാൻ ശ്രമിക്കുവാണ്. ആ ഒരു സമയത്ത് പിന്നെ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളൊരു കാര്യവും ദീപ്തി ടീച്ചർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും തന്നെ തൻ്റെ ജീവിതം കളയണമെന്നൊന്നും ശ്രമിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ വെളിയിൽ വിട്ടേനെ. പക്ഷേ ഇനി എന്നെ ബുദ്ധിമുട്ടിക്കുവാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഫോട്ടോസൊക്കെ വെളിയിൽ വിടുന്നതായിരിക്കും. അത് തനിക്ക് തന്നെ ആയിരിക്കും പ്രശ്നമെന്ന് ദീപ്തി ടീച്ചർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫുള്ള് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വ്യക്തിയുടെ ഫോട്ടോസൊക്കെ വെളിയിൽ വിട്, അപ്പോഴേ ആ ഒരു വ്യക്തി പഠിക്കത്തുള്ളൂ. ഇപ്പം കല്യാണമൊക്കെ പിരിഞ്ഞതിന് ശേഷം, ഡിവോഴ്സ് ആയതിനു ശേഷം വേറൊരു കല്യാണം ദീപ്തി ടീച്ചർ കഴിച്ചിട്ടും തന്നെ വെറുതെ വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു കാര്യമാണ് ചെയ്യേണ്ടത്. ആ ഒരു പുള്ളിക്കാരന് എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണെന്നാണ് ആരാധകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വ്യക്തിയുടെ ഫോട്ടോസോ കാര്യങ്ങളൊന്നും മറച്ചു വെക്കുന്നതിൽ ഒരു കാര്യമില്ല, ഉറപ്പായിട്ടും വെളിയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ദീപ്തി ടീച്ചറും പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ഫോട്ടോസൊക്കെ വെളിയിൽ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അറിയാൻ പറ്റുന്നില്ല. അവർ വേറെ കല്യാണമൊക്കെ കഴിച്ച് ജീവിതം നല്ല രീതിയിൽ പോകുമ്പോഴത്തേന് ഇങ്ങനെ വന്ന് ശല്യപ്പെടുത്തുന്ന എന്തിനാണെന്നാണ് ആ ഒരു മുൻ ഭർത്താവിനോട് ചോദിക്കാറുള്ളത്. അവരെ വെറുതെ വിടുക, അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു. നിങ്ങൾ കൊടുത്ത ഉപദ്രവത്തിൽ നിന്നൊക്കെ മാറി വരുവാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം.